വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 1060/2025 ഓക്കെ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 614 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആസ് പെർ വിച്ച് ആക്ട് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ മിനിമം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി RBI. അതായത് മിനിമം SLRനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ, അതായത് തിരിഞ്ഞു പോകും. നമ്മൾ എത്ര പഠിച്ചാലും തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂസിങ് ഫാക്റ്റൊക്കെ നിങ്ങൾ ഒരുമിച്ചൊരു പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. സെക്ഷൻ 24 ഓഫ് BR ആക്ട് എന്നും തന്നിട്ടുണ്ട്, സെക്ഷൻ 42 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഒരു BR ആക്ട് ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ RBI ആക്ട് വരുമ്പം അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ബാങ്ക്സ് എന്തു വേണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, മിനിമം SLR മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് RBI പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഓക്കെ. അത് ഏത് പ്രകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. ഓക്കെ. അത് സെക്ഷൻ 24 പ്രകാരമാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. സെക്ഷൻ 24 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു മാറ്റിവെക്കണം എന്ന് പറയണം കേട്ടോ, മിനിമം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ 42 എന്തായിരിക്കും? 42 പറയുന്നത് CRR മാറ്റിവെക്കുന്നതിനെ കുറിച്ചിട്ടാണ് 42 പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. CRRും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, SLRും മാക്സിമം ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 2 പോയിൻറ്റും മാറിപ്പോവാതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ മിനിമം സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI അണ്ടർ സെക്ഷൻ 24 ഓഫ് ദ BR ആക്ട്. വർഷം പഠിക്കുക 1949 കേട്ടോ. ഇനി സെക്ഷൻ 42 എടുക്കുകയാണെങ്കിൽ അതെന്താ ഡീൽ ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഓഫ് ദ CRR ആണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് സൂക്ഷിക്കേണ്ട CRRനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാങ്ക്സ് വിത്ത് എ വ്യൂ ടു കർട്ടൈലിംഗ്. അതായത് KYC ഗൈഡ് ലൈൻസ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്. കറപ്ഷന് വേണ്ടിയിട്ടാണോ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് നോക്കാനാണോ, മണി ലോണ്ടറിങ് ആണോ, ടാക്സ് ഇവാഷൻ ആണോ? അപ്പോൾ നമുക്കറിയുന്നതാണ് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇത്തരത്തിൽ നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് 2002 ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മണി ലോണ്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ഇല്ലീഗലായിട്ടുണ്ടാക്കിയ മണി പിന്നെ ലെജിറ്റിമേറ്റ് ആക്കുക. കാരണം അവർ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങും, ആ ബിസിനസ്സിൽ ഇത് വെച്ചിട്ട് കൂടുതൽ പ്രോഫിറ്റൊക്കെ ഉണ്ടെന്ന് കാണിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വീട് പണിയുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റൽ പണിയുക. അപ്പോൾ കൂടുതലുള്ള കാശ് വെച്ചിട്ട് അവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നുള്ള സോഴ്സാണെന്ന് അവർക്ക് കാണിക്കാമല്ലോ, അതിനു വേണ്ടിയിട്ട്. അതാണ് ഈ മണി ലോണ്ടറിങ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ടെററിസം ആക്ടിവിറ്റീസൊക്കെ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം വരുന്നു, അതുമൂലം ഈ പറഞ്ഞ പോലെ മണി ലോണ്ടറിങ് ഉണ്ടാവുന്നു. ആ ഒരു വഴിക്ക് തന്നെയാണ് എന്തും വരുന്നത്, ഈ ഒരു ടെററിസ്റ്റിൻ്റെ ഒരു ഫിനാൻസിങ് ഒക്കെ വരുന്നത്. അപ്പോൾ അതും ഇതുമായി കണക്റ്റഡ് ആണ്. ഓക്കെ. അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ആദ്യം 2002 പറഞ്ഞു. RBI ഇഷ്യൂഡ് ഫസ്റ്റ് KYC ഗൈഡ് ലൈൻസ് 2002. പക്ഷേ ഇതൊരു മാൻഡേറ്ററി ആക്കിയത്, എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാൻഡേറ്ററി ആക്കിയത് 2004 2004 മാൻഡേറ്ററി ആക്കിയെങ്കിലും ഫുള്ളി എന്ത് ചെയ്തു, പ്രാക്ടീസിലേക്ക് വന്നത് ജൂലൈ 1, 2005 തൊട്ടിട്ടാണ്. ജൂലൈ 1, 2005 തൊട്ടിട്ടാണ് ശരിക്കും ഇത് എല്ലായിടത്തും ബാധകമായത്. അപ്പോൾ 2002, 2004, 2005 3 വർഷവും പ്രധാനമാണ് പഠിക്കാൻ. അപ്പോൾ മണി ലോണ്ടറിങ്ങിന് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഒന്ന് പ്ലേസ്മെൻ്റ് ആണ്, പിന്നെ ഒന്ന് ലെയറിങ് ആണ്, പിന്നെ ഒന്ന് ഇൻറ്റഗ്രേഷൻ ആണ് കേട്ടോ. മണി ലോണ്ടറിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ്മെൻ്റ് ആണ്, ലെയറിങ് ഉണ്ട്. പ്ലേസ്മെൻ്റ് ആദ്യം മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ്, പിന്നെ ലെയറിങ്, പിന്നെ ഇൻറ്റഗ്രേഷൻ. ഇത് 3 സ്റ്റെപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു PMLA ആക്ട് പ്രകാരമാണ്, ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ് അവർക്കാണ് അതോറിറ്റി ഉള്ളത്. അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അത് ഈ ആക്ട് പ്രകാരമാണ് ചെയ്യുന്നത്. ശരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഉണ്ട്, അതുപോലെ നമ്മുടെ
FIU ഇൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം, അതും എന്താണ് ഈ ഒരു കള്ളപ്പണം വരുന്നുണ്ടോ, തടയുന്നുണ്ടോ, അത് എവിടേക്കാണ് കെട്ടിക്കിടക്കുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്. കാരണം സസ്പീഷ്യസ് ആയ എല്ലാ ട്രാൻസാക്ഷൻസും റിപ്പോർട്ട് സ്വീകരിക്കുന്നത് നമ്മൾ പണ്ട് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള FIU ഇൻഡ് എന്ന് പറഞ്ഞത് കേട്ടോ. അത് 18 നവംബർ 2004 ഫോം ചെയ്തിട്ടുള്ളത്. എന്നാ ഫോം ചെയ്തിട്ടുള്ളത് FIU ഇൻഡ് 18 നവംബർ 18/11/2004 ഫോം ചെയ്തിട്ടുള്ളത്. അവർക്ക് അതായത് ബാങ്കിൽ കള്ളപ്പണം വരുമ്പം അവർ ഈ സസ്പീഷ്യസ് ആയ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട്സൊക്കെ ആർക്ക് അയക്കണം, ഈ ഒരു FIU ഇൻഡിന് അയക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ PMLA ആക്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഇത്രയധികം വായിക്കാനുള്ള ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഈ മണി ലോണ്ടറിങ് ഒരു കൺവേർട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ. ഇല്ലീഗലായിട്ടുണ്ടാക്കിയ മണി ലീഗലാക്കി മാറ്റാനുള്ളൊരു കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു രേഖകളൊക്കെ, ഇതിൻ്റെ റെക്കോർഡ്സ് ഉണ്ടല്ലോ, ബാങ്ക്സ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസുമായിട്ടുള്ള രേഖകൾ എത്ര കാലം സൂക്ഷിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം വന്നേക്കാം. 5 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. 5 വർഷമാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇവരൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് ആൾ ലൈബിളാണല്ലോ, ഇംപ്രിസൺമെൻറ്റ് ലഭിക്കും. അപ്പോൾ അത് എത്ര വർഷത്തേക്കാണെന്ന് മിനിമം പറയുന്നത് 3 വർഷമാണ് കേട്ടോ ഇംപ്രിസൺമെൻറ്റ്. പിന്നെ ആ ഒരു ചെയ്ത കാര്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാം 7 ഇയേഴ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 10 വർഷമാണ് പറയുന്നത് കേട്ടോ. എലോങ് വിത്ത് ഫൈൻ, നല്ലൊരു ഫൈനും അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നമാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അത് സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ KYC പോളിസി നമ്മൾ നോക്കുമ്പം പ്രധാനമായിട്ടുള്ള 4 എലമെൻറ്റ്സ് ഉണ്ട്, കീ എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു KYC പോളിസിയിൽ 4 കീ എലമെൻറ്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമറിനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമല്ലോ, അതിനുള്ള പ്രൊസീജിയേഴ്സ് KYCയിൽ ഉൾപ്പെട്ടതാണ്. മോണിറ്ററിങ്, ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, കാരണം സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ അറിയണം. പിന്നെ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഓരോ കസ്റ്റമേഴ്സും ഓരോ രീതിയിലാണ്, അവരുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ. പിന്നെ KYC ഈ പറഞ്ഞ പോലെ കുറച്ച് റിസ്കുകളുണ്ട് നമ്മൾ പറഞ്ഞു, റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഇൻഫർമേഷൻ, അവർക്ക് കിട്ടിയ രേഖകളൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഇൻഫർമേഷൻസ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഹൈ റിസ്ക് ആണെങ്കിൽ നമുക്കറിയാം KYC കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് വിളി വരും, അല്ലെങ്കിൽ ലെറ്റർ വരും. അപ്പോൾ അതൊക്കെ അറിയാം. ഹൈ റിസ്ക് ആണെങ്കിൽ റിവ്യൂഡ് അറ്റ്ലീസ്റ്റ് എവറി 2 ഇയേഴ്സ്, ഓരോ 2 വർഷം കൂടുമ്പോഴുമാണ്. ഹൈ റിസ്ക് പ്രൊഫൈലുള്ള ആൾക്കാരാണ്, ഡെപ്പോസിറ്റേഴ്സാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഹൈ റിസ്ക് ആണെങ്കിൽ റിവ്യൂഡ് അറ്റ്ലീസ്റ്റ് എവറി 2 ഇയേഴ്സ് ആണ്. മീഡിയം റിസ്ക് ആണെങ്കിൽ എവറി 8 ഇയേഴ്സ് ആകുമ്പോൾ മതി. എന്നാൽ ലോ റിസ്ക് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എവറി 10 ഇയേഴ്സ്, 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമ്മളോട് പുതുക്കിയ രേഖകൾ, അഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പുതുക്കിയ രേഖകൾ പ്രകാരം വരാൻ പറയുക. ഇപ്പോൾ കൂടുതലായിട്ടും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. എന്നാലും പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 4 എലമെൻറ്റ്സ്: കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, മോണിറ്ററിങ് ഓഫ് ട്രാൻസാക്ഷൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്കിൽ തന്നെ ഹൈ റിസ്ക് ആണെങ്കിൽ എവറി 2 ഇയേഴ്സ്, മീഡിയം റിസ്ക് ആണെങ്കിൽ എവറി 8 ഇയേഴ്സ്, അറ്റ്ലീസ്റ്റ് എവറി 8 ഇയേഴ്സ് എങ്കിലും വേണം. ലോ റിസ്ക് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എവറി 10 ഇയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അടുത്തത് നോക്കാം. വെൻ ദ ഹോൾഡർ ഓഫ് എൻ ഓർഡർ ചെക്ക് സൈൻസ് ഓൺ ദ ബാക്ക് ഓഫ് ഇറ്റ് വിത്തൗട്ട് ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ് ഇറ്റ് ഈസ് കാൾഡ്. അതായത് ബാക്കിൽ ഓർഡർ ചെക്കിൻ്റെ ബാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്തൗട്ട് ദ നെയിം ഓഫ് ദ പേഴ്സൻ്റെ പേര് എഴുതാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചെക്ക് സൈൻ ചെയ്തിട്ടുള്ളത്. ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ്, അതിന് എന്തു പറയും എന്നാണ്. അപ്പോൾ എൻഡോഴ്സ്മെൻ്റ് ആണ്. ഒരു ചെക്കിൻ്റെ ബാക്കിൽ പിന്നെ ഒപ്പിട്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെയാണ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണോ, പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആണോ, അതുപോലെ തന്നെ ഫുൾ എൻഡോഴ്സ്മെൻ്റ് ആണോ, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ വ്യക്തമാണ് വിത്തൗട്ട് ദ നെയിം ഓഫ് ദ പേഴ്സൺ, അല്ലേ, ദ ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പേഴ്സൻ്റെ പേരൊന്നും എന്തില്ല, പരാമർശിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയാം. അടുത്തത് സെക്ഷൻ 131 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ പ്രൊട്ടക്ഷൻ തരുന്ന
സെക്ഷൻ 131 ആരുടെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കളക്റ്റിംഗ് ബാങ്കിനാണ് കേട്ടോ. ലീഗൽ പ്രൊട്ടക്ഷൻ 131 പ്രകാരം ലീഗൽ കണക്ഷൻ കൊടുക്കുന്നത് ആർക്കാണ്? കളക്റ്റിംഗ് ബാങ്കിനാണ്. അപ്പോൾ കളക്റ്റിംഗ് ബാങ്ക് ഒരു ഷീൽഡ് പോലെ, അതായത് ഈ ക്രോസ്ഡ് ചെക്ക് ഡിഫക്റ്റീവായിട്ട് ഇപ്പം കളഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യില്ലേ, അപ്പം അങ്ങനെ കളഞ്ഞു കിട്ടിയ ഒരാൾ പിന്നെ ബാങ്കിൽ വന്ന് കൗണ്ടറിൽ മാറ്റിയെടുക്കാതിരിക്കാനൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കളക്റ്റിംഗ് ബാങ്കിനാണ് ഈ സെക്ഷൻ 131 പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ഡ്യൂറേഷൻ ക്രോപ്പ് NPA ആയി കഴിഞ്ഞാൽ എത്ര നാൾ, അതായത് NPA ആവണമെങ്കിൽ അവരെത്ര നാൾ അടവ് മുടക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഓവർ ഡ്യൂ ആവണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ക്രോപ്പ് സീസണാണ് വരുന്നത് കേട്ടോ. 2 ക്രോപ്പ് സീസണാണ് വരുന്നത്. 2 ക്രോപ്പ് സീസൺ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, NPA ആയി മാറുക. സോ ആ ഭാഗം NPAയുടെ ഭാഗം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. കുറേ പോയിന്റുകൾ പഠിക്കാനുണ്ട് നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ട്. സോ ആ ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് എക്സാമിന് പഠിച്ചു പോകണം. പിന്നെ അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ മറ്റ് സെക്ഷൻസ്, RBI ആക്ടിൻ്റെ മറ്റ് സെക്ഷൻസ്, അതൊക്കെ സെക്ഷൻ വൈസ് എങ്കിലും നോക്കിയിട്ട് പോകണം. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 2 ക്രോപ്പ് സീസണാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് വിൽ ബിക്കം NPA ഇഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഓവർ ഡ്യൂ ഫോർ. അപ്പോൾ അതിന് ഉത്തരമാണ് 2 ക്രോപ്പ് സീസൺ എന്നത്. അടുത്തത് വാട്ട് ഈസ് ദ അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ദ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. അപ്പോൾ അത് ഈ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 എന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം 1 നേഷൻ 1 ഓംബുഡ്സ്മാൻ, 1 നേഷൻ 1 ഓംബുഡ്സ്മാൻ എന്ന രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാട്ട് ഈസ് ദ അപ്രോച്ച് അല്ലേ. അതായത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 വന്നപ്പം ആദ്യം, അതായത് മുമ്പ് പല ഇതിനും, അതായത് ഇപ്പം NBFCക്ക് ഒരെണ്ണം, അങ്ങനെ പലതിനും പല പോലെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അന്ന്. പിന്നെയാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പുതിയ സ്കീം വന്നപ്പോഴാണ്, അതായത് 1 നേഷൻ 1 ഓംബുഡ്സ്മാൻ എന്ന സ്കീം വന്നപ്പോഴാണ് ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു കുടക്കീഴിലാക്കി മാറ്റി. അതായത് കുറേ ആക്റ്റുകൾ ഉണ്ടായിരുന്നു അതിന് മുമ്പ്. 2006 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഓംബുഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് 2018 സെപ്പറേറ്റ് ലോ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ 2019 വേറൊരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം എന്തായി ഒന്നാക്കി മാറ്റി ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 എന്നാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ആ ഭാഗം. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കാണുന്ന ഭാഗമാണ്. സോ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. താങ്ക് യു.